Good morning, students. Today's topic is research classification according to statistical content and research classification according to purpose. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ കണ്ടന്റ്. There are two classifications according to statistical content. They are quantitative research and qualitative research. First one is quantitative research. Quantitative research is statistical based. It is to be done to generalize the result from a sample to the population of interest. ഇപ്പോൾ ഒരു പോപ്പുലേഷന് മൊത്തമായിട്ട് കളക്ട് ചെയ്യുന്നതിന് പകരം ഒരു സാമ്പിൾ യൂണിറ്റ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഡാറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ട് അതിനെ പോപ്പുലേഷനിലേക്ക് മൊത്തമായി ജനറലൈസേഷൻ നടത്തുന്നു. പോപ്പുലേഷൻ മുഴുവൻ ഈ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ സാമ്പിൾസായി സെലക്ട് ചെയ്യുന്നു. ആ സാമ്പിൾസിന്റെ മുകളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഇതിനെ ജനറലൈസ് ചെയ്യുന്നു റിസൾട്ട്. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ സംഭവിക്കുന്നത്. ഒബ്ജക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആര് ചെയ്താലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒബ്ജക്ടിവിറ്റി വളരെ പ്രധാനമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളിൽ. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ചറുടെ നോളജിനും ബേസിനും റിസർച്ചറുടെ സബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന അനാലിസിസ് ആണ് കൂടുതലായിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരിക. ഇറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ്. ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വേരിയബിൾസിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഒബ്സർവ് ആൻഡ് ഇന്റർവ്യൂ പീപ്പിൾ. ഇതിലിപ്പോ ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അനാലിസിസ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഓറലായിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുക. ഇന്റർവ്യൂ നടത്തുന്നു, അതല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നു. റിസർച്ചർ ക്വാളിറ്റേറ്റീവ് ആയിട്ട് എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇതാണ് ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ. ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ മെത്തേഡ്. To provide insight into setting of a problem, generating idea and hypothesis, later quantitative research. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഒരു പ്രോബ്ലം ഡാറ്റ കളക്ട് ചെയ്ത് അനാലിസിസ് നടത്തി ജനറലൈസേഷൻ ആണ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. ഇവിടെ അതിന് ഒബ്സർവ് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, അങ്ങനെ റിസർച്ചർക്ക് ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ റിസർച്ചർക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസൈറ്റ്, ആ ഇൻസൈറ്റിൽ നിന്ന് കുറെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയുമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സംഭവിക്കുന്നത്. ടെൻസ് ടു ബി ഇൻഡക്റ്റീവ്. നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നടക്കുന്നത്. ഇൻവോൾവ്സ് സ്മോളർ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്ത് ജനറലൈസ് ചെയ്യണമെങ്കിൽ ലാർജ് സൈസ് ഓഫ് സാമ്പിൾ വേണം. ഇവിടെ സൈസ് ഓഫ് സാമ്പിളിന് ഇമ്പോർട്ടൻസ് ഇല്ല. സ്മോളർ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണെങ്കിലും റിസർച്ചർക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഉള്ള ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റൂ, അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് മെഷറബിൾ ആയിട്ട് വരുന്ന വേരിയബിൾസിന് നടത്തുന്ന റിസർച്ചാണ്. ക്വാണ്ടിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നു. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ്. ഒബ്സർവ് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, റിസർച്ചറുടെ ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. Then what are the difference between qualitative and quantitative research? In the first column, it is the description of quantitative research, and second column is qualitative research. Quantitative research is statistical base and qualitative research is descriptive base. Second one is quantitative research is measurable in terms of quantity, but qualitative research is not measurable. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്യൂട്ടി ഓഫ് എ പിക്ചർ, ഒരു പിക്ചർ കാണിച്ച് അതിന്റെ ബ്യൂട്ടി എങ്ങനെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പൊ അതിനെ കൃത്യമായി നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കലായി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ക്വാണ്ടിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്നതായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന കാര്യങ്ങൾ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ. ദെൻ The third point is decision making is very easy. Decision making easy ആവുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ റിസൾട്ട് എന്താണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് അത്
എളുപ്പത്തിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസിഷൻ മേക്കിംഗ് ഈസ് നോട്ട് ഈസി ബിക്കോസ് ദർ ഈസ് നോ ജനറലൈസ്ഡ് റിസൾട്ട് ഓർ കൺക്ലൂഷൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ റിസർച്ചറുടെ ഇൻസൈറ്റ് ഉപയോഗിച്ച് മാത്രമാണ് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നോട്ട് ഈസിയാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ടൂൾസ് ഫോർ കളക്ടിങ് ഡാറ്റ ഈസ് ക്വസ്റ്റ്നെയർ. ക്വസ്റ്റ്നെയർ ഇൻ കേസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഓർ കൊമേഴ്സ് റിസർച്ച്. ക്വസ്റ്റ്നെയർ ഉപയോഗിച്ച് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനാലിസിസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെത്തേഡ്. ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഒബ്സർവേഷൻ, ഫോക്കസ് ഗ്രൂപ്പ്, ഡിസ്കഷൻ, ഇൻഡെപ്ത് ഇന്റർവ്യൂ എക്സെട്ര ആർ ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഒബ്സർവ് ചെയ്യുന്നു, ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നു, ഡിസ്കഷൻ നടത്തുന്നു, ഇൻഡെപ്ത് ഇന്റർവ്യൂ നടത്തുന്നു, ഇതെല്ലാമാണ് മെത്തേഡ്. അപ്പോൾ അവിടെ എല്ലാം റിസർച്ചറുടെ സബ്ജക്റ്റീവ് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ കേസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ദർ ആർ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ ക്വസ്റ്റ്നെയർ. But in case of qualitative research, open-ended questions are there. What is the difference between closed-ended and open-ended questions? Closed-ended questions are there are options to decide for the informer. ആരാണോ ഡാറ്റ തരുന്ന റെസ്പോണ്ടന്റിന്റെ മുന്നിലേക്ക് ഒരു ചോദ്യത്തോടൊപ്പം ഒരു 3-4 ആൻസറും കൊടുത്തിട്ട് ആ ആൻസറിൽ ഒന്ന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓർ സ്കെയിൽസ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഓപ്പൺ എൻഡഡ് ആണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവിലൊക്കെ എന്താണോ ചോദിക്കുന്നത് അതിന് എന്ത് ഉത്തരം വേണമെങ്കിൽ റെസ്പോണ്ടന്റിന് പറയാം. അവിടെ ഏത് ഉത്തരമാണെന്ന് സ്പെസിഫിക് ആയിട്ട് റിസർച്ചർ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇൻഫോമർ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം പറയാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. ഇനി H ക്വസ്റ്റ്യൻസ്, W ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് കൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കൊണ്ട് സംഭവിക്കുന്നത്. വൈ, വാട്ട് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് കിട്ടുന്നത്. ഇനി ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ, ആര് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുക ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ, അവിടെ റിസർച്ചറുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് അവിടെ ആവശ്യമാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഉപയോഗിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആയിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് എല്ലാം തീരുമാനിച്ച് ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീരുമാനിച്ചിട്ട് ആണ് റെസ്പോണ്ടന്റ് എടുക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ബോട്ടം അപ്പ് അപ്രോച്ച്, എന്താണോ ഡാറ്റ എന്നുള്ളതിനെ കുറിച്ച് റിസർച്ചർക്ക് മുൻകൂട്ടി ധാരണയൊന്നും ഉണ്ടാവില്ല. ആദ്യം ഡാറ്റ കളക്ട് ചെയ്യുന്നു, റെസ്പോണ്ടന്റ് പറയുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും അതിന്റെ അനാലിസിസും മറ്റു കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. Then quantitative research is general to particular, general to specific, that is deductive method. But in case of qualitative research, it is specific to general, particular to general. It is inductive method. These are the main difference between qualitative and quantitative researches. Then research classification according to purpose. എന്തിനു വേണ്ടിയാണോ റിസർച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് പ്രെഡിക്റ്റീവ് ഓർ പ്രോഗ്നോസ്റ്റിക്. പ്രെഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത് അതിനെ കുറിച്ച് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് പ്രെഡിക്റ്റീവ് ഓർ പ്രോഗ്നോസ്റ്റിക് റിസർച്ച്. ദെൻ ഡയറക്റ്റീവ് റിസർച്ച്, ഇറ്റ് ഡിറ്റർമിൻസ് വാട്ട് ഷുഡ് ബി ഡൺ ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ്. ഇതിന്റെ ഈ റിസർച്ചിന്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം, എങ്ങനെ മാറ്റം വരുത്തണമെന്ന് ഡയറക്റ്റീവ് ആയിട്ട് വരുന്ന റിസർച്ചാണ് ഡയറക്റ്റീവ് റിസർച്ച്. The third one is illuminative. It is concerned with the interaction of components of variables being investigated. Interaction of components of variables. Variablesന്റെ components തമ്മിൽ interaction വന്നിട്ട് നടത്തുന്ന റിസർച്ച് ആണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ് illuminative research. First one is predictive or prognostic research. It studies determine the frequency
with which something occurs or its association with something else. ഇപ്പോൾ എന്താണ് വരാൻ പോകുന്നത്, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, ആ വേരിയബിൾ വേറൊരു വേരിയബിളിനെ എങ്ങനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് പ്രെഡിക്റ്റീവ് ഓർ പ്രോഗ്നോസ്റ്റിക് റിസർച്ച്. In diagnostic research, the researcher must be able to define clearly what he wants to measure and must find inadequate method for measuring it along with clear-cut definition of population he wants to study. അപ്പൊ ഏത് പോപ്പുലേഷനെ കുറിച്ചാണോ സ്റ്റഡി നടത്തുന്നത് കൃത്യമായ ഐഡിയ ഉണ്ടാവണം. ഡയഗ്നോസ്റ്റിക് ആയ ഒരു റിസർച്ചാണ് ഇത്. ഈ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇനി അത് ഭാവിയിൽ എങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയോ നടത്തുന്ന റിസർച്ചാണ്. അതുകൊണ്ട് പോപ്പുലേഷന് കൃത്യമായി ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടാവണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ഇൻ ദിസ് റിസർച്ച് ഡിസൈൻ ഇൻക്ലൂഡ്സ് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ ആൻഡ് ലോജിസ്റ്റിക് റിഗ്രഷൻ. എന്ന് വെച്ചാൽ റിഗ്രഷൻ ആണ് മെയിൻ ആയിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. റിഗ്രഷൻ ആണ് പ്രെഡിക്റ്റീവ് പർപ്പസിനാണ്, അതുകൊണ്ട് തന്നെ റിഗ്രഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. The major areas in predictive or diagnostic research design includes business, marketing, clinical settings, government agency and all. എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസർച്ച് അല്ല പ്രെഡിക്റ്റീവ് റിസർച്ച്. കാര്യമായിട്ടും മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഗവൺമെന്റ് ഏജൻസീസ് ഭാവിയിൽ എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോളിസി മേക്കിങ്ങിന് മുന്നായിട്ട്, അതേപോലെ ബിസിനസ്സിലും പോളിസി മേക്കിങ്ങിന്റെ മുമ്പായിട്ട് എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കുക എന്നറിയാൻ വേണ്ടി പ്രെഡിക്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നു. Then directive research. Directive research has a specific aim or outcome. Research that is directed at a specific things. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാൻ വേണ്ടി, അതിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇനി ഭാവിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടി, ഡയറക്ഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയൊക്കെ നടത്തുന്ന റിസർച്ചാണ് ഡയറക്റ്റീവ് റിസർച്ച്. എ ഡയറക്റ്റീവ് ഈസ് ലിറ്ററലി എ ഡയറക്ഷൻ ദാറ്റ് യു മൈറ്റ് വാണ്ട് ടു ഗോ വിത്ത് സംതിങ്. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡയറക്റ്റീവ് റിസർച്ച്. ദെൻ ഇല്ലുമിനേറ്റീവ് റിസർച്ച്. ഇല്ലുമിനേറ്റീവ് റിസർച്ച് എന്നതിനേക്കാൾ ഇല്ലുമിനേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ള വാക്കാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണുന്നത്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ഫീൽഡിലൊക്കെയാണ് ഇല്ലുമിനേറ്റീവ് റിസർച്ച് കൂടുതലായിട്ടും നടക്കുന്നത്. ആസ് ഇറ്റ്സ് ലിറ്റിൽ സജസ്റ്റ് ദ എയിം ഓഫ് ദിസ് ഫോം ഓഫ് ഇവാലുവേഷൻ ഈസ് ടു ഇല്ലുമിനേറ്റ് പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രാം ഫീച്ചേഴ്സ്, പെർട്ടിക്കുലർലി വെൻ ആൻ ഇന്നോവേറ്ററി പ്രോഗ്രാം ഇൻ എഡ്യൂക്കേഷൻ ഈസ് ഇംപ്ലിമെന്റഡ്. എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇതിലിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു, കൊമേഴ്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ്. ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ പ്രോബ്ലംസ് എന്തായിരിക്കും, അതുകൊണ്ട് വരുന്ന ഇഷ്യൂസ് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഇവാലുവേഷൻ ആണ് ഇല്ലുമിനേറ്റീവ് ഇവാലുവേഷൻ ഓർ ഇല്ലുമിനേറ്റീവ് റിസർച്ച്. This model is concerned with description and interpretation, not measurement and prediction. ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഇതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രഡിക്ഷനേക്കാൾ കൂടുതൽ ഇവിടെ നടക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇലിമിനേറ്റീവ് റിസർച്ച് ഹാസ് ദസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് സ്റ്റഡി ഓഫ് കേസസ്, നോട്ട് സാമ്പിൾസ്. ഒരു സാമ്പിൾ സ്റ്റഡി നടത്തി പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുന്നതല്ല, ഒരു പെർട്ടിക്കുലർ കേസ് എടുത്ത് ആ കേസിനെ ഇൻഡെപ്ത് അനാലിസിസ് നടത്തുന്ന മെത്തേഡാണ് ഇലിമിനേറ്റീവ് റിസർച്ച്. ഇലിമിനേറ്റീവ് ഇവാലുവേഷൻ ഇൻ റെസ്പോണ്ടിങ് ടു ഇതാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ഇലിമിനേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ള വാക്ക് പാർലറ്റ് ആൻഡ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് രണ്ടുപേരും കൂടി 1988 കൊണ്ടുവന്നിട്ടുള്ള റിസർച്ച് ഇവാലുവേഷൻ ആണ്. അത് ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ടേമാണ് ഇലിമിനേറ്റീവ് ഇവാലുവേഷൻ. അത് പിന്നീട് റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. These are the classification of research according to purpose and according to statistical content. ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thank you all. Stay home, stay safe.